ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്താ തിരുനാളിന് ഒരുക്കമായുള്ള 4-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനം പരിശുദ്ധാത്മാവിൻ്റെ നമുക്കുള്ള വലിയൊരു സഹായത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചെയ്തു തരുന്ന സഹായം, ദൈവതിരുസന്നിധിയിൽ മനുഷ്യരായ ദുർബലരായ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കണ്ടന്റ്, പ്രാർത്ഥിക്കാനുള്ള ദൈവിക ശക്തി, പ്രാർത്ഥിക്കാനുള്ള നിയോഗങ്ങൾ, പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണയായി, പ്രചോദനമായി നമുക്ക് നൽകുന്നുവെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഏറ്റവും നല്ലത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവില്ല, നമുക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പ്രാർത്ഥനകളെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ ഏത് വഴിക്കാണ് യാത്ര ചെയ്യേണ്ടത്, ദൈവമഹത്വത്തിനൊത്ത വിധം നമ്മളെ സഞ്ചരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുന്നു. പ്രാർത്ഥനയിൽ മടുക്കുമ്പം, നമ്മൾ ക്ഷീണിക്കുമ്പം, തളരുമ്പം ഏലിയയെ തൊട്ടുണർത്തിയതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെയും തൊട്ടുണർത്തും, നമ്മളെയും മുൻപോട്ട് പോകാൻ സഹായിക്കും. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിക്കുമെന്നുള്ളത് എത്രയോ മനോഹരമായ ഒരു ആത്മീയ ബോധ്യമാണ്. ദൈവമേ, എൻ്റെ ബലഹീനതകളിലേക്ക് നീ വരണമേ, എൻ്റെ ദുർബലതകളിലേക്ക് നീ വരണമേ, എൻ്റെ കണ്ണുനീരിലേക്ക് നീ വരണമേ, എൻ്റെ പരാജയങ്ങളിലേക്ക് നീ വരണമേ, പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥന വറ്റിപ്പോയ, എൻ്റെ ജീവിതം തന്നെ വരണ്ടുപോയ എൻ്റെ അനുഭവങ്ങളെ വീണ്ടും തളിർക്കാൻ, വീണ്ടും എൻ്റെ ആത്മാവ് ജീവൻ വയ്ക്കാൻ ദൈവത്തിൻ്റെ ആത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ അറിയാത്ത പാവപ്പെട്ട നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന സ്നേഹനിധിയായ പരിശുദ്ധാത്മാവിന്റെ സഹായം ഈ ദിനങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് തേടാം. ഈശോ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.